ഇമോഷണലായി സംസാരിച്ച് ലൈഫ് കരഞ്ഞോണ്ട് എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എന്നൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു നിത്യശേഷം പ്രമോദേവൻ നമ്മുടെ നൈബേഴ്സായ ഞങ്ങൾക്ക് എല്ലാവർക്കും എത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദുബായിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്ത മോഡൽസിനൊക്കെ അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള രണ്ടാൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൊറോണ ആ ഒരു ഇന്റർവ്യൂ ടൈമിലാണ് നമ്മൾ പരിചയപ്പെട്ടത്. അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ്. കാരണം എന്നെ FB ഇൻസ്റ്റാ ത്രൂ അവർ കോണ്ടാക്ട് ചെയ്യുകയും എന്നോടൊരു ഇഷ്ടം തോന്നി കോണ്ടാക്ട് ചെയ്യുന്നത്. എനിക്കും ഒരു തവണ ഫസ്റ്റ് ഒരു ട്രയൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജസ്റ്റ് ട്രൈഡ് ഒരു മേക്കപ്പ് ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മേക്കപ്പ് ചെയ്യുന്നതിലല്ലോ, ഭയങ്കര മൈന്യൂട്ടായിട്ട് മേ ബി കണ്ണെഴുതി ഐബ്രോ ഒന്ന് ചെയ്തു, ലിപ് ഷെയ്ഡ് ഇട്ടു, ജസ്റ്റ് ഹെയർ ഒന്ന് എന്തോ ചെയ്തിരുന്നു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഐ ജസ്റ്റ് ലവ്ഡ് ഇട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തൊട്ട് ടിൽ നൗ. ഇപ്പൊ പ്രമോദേട്ടൻ പറഞ്ഞ പോലെ ഇവരായിട്ടൊന്നും എൻ്റെ അടുത്തൊന്നും ചോദിക്കലില്ല. അപ്പോ ഞാനെപ്പോ എനിക്ക് ആവശ്യം ഉള്ളപ്പോഴും ദേ ഹാവ് കം, ഓടി വന്നിട്ട് എനിക്ക് എന്നെ റെഡിയാക്കി തരാറുണ്ട്. സോ എന്താ പറയാ, അപ്പൊ എനിക്ക് എന്റെ പരിപൂർണ സന്തോഷമാണ് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരിക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇവരൊരു പ്രഷ്യസ് മൊമെന്റിൽ ഇത്രയും കാലമായിട്ട് മൈൻഡിൽ കൊണ്ടു നടന്ന് ഇന്നിപ്പോ അത് നടക്കുകയാണ്. ഇറ്റ്സ് ഹാപ്പനിങ് ടുഡേ. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാൻ എന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ എനിക്ക് ഉണ്ടാവണമെന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. സോ ഐ എം ഹിയർ ആൻഡ് ഓൾ ദി ഗുഡ് ലക്ക്. കാരണം ഇവരെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ ഈവൻ ഇഫ് ഇറ്റ് ഇസ് മേക്കപ്പ് അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത് ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ജ്വല്ലറി ഓഫ് പ്രമോദ് ആൻഡ് നിത്യ ആണ്. അപ്പോ എവറിഥിങ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവരെ സ്റ്റെപ്പ് നമ്മള് പല കാര്യങ്ങളും ചിലപ്പോ അത് കുഴപ്പമില്ല, അത് ആരും അറിയില്ല, അതങ്ങനെ വിട്ടോട്ടെ എന്ന് ചിന്തിക്കുന്ന പോലും അതുപോലെ അവരെ ടേക്ക് കെയർ ചെയ്തിട്ട് ഇല്ല അങ്ങനെ പറ്റില്ല, അതും ഡീറ്റെയിൽഡ് ആയിട്ട് കറക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്നവരാണ്. സോ അത്രയും ക്വാളിറ്റിയിലും അത്രയും പ്രസന്റ് ചെയ്യുന്നത് ആരാണോ ഇവിടുന്ന് വാങ്ങുന്നത് കസ്റ്റമേഴ്സിന് അത്രയും മനോഹരമായിട്ട് അവരെ അണിഞ്ഞ് അത് അവർക്ക് സംതൃപ്തി ആവണം എന്ന് കരുതുന്ന രണ്ടാൾക്കാരാണ്. സോ അത് എനിക്ക് യാതൊരു സംശയമില്ല. ഡെഫിനറ്റ്ലി എല്ലാവരും അതാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇവൻ നിത്യ ചേച്ചി പറഞ്ഞ പോലെ ഇന്നെനിക്ക് മാളുവിനെ റെഡി ആക്കിയിട്ട് ആസ്വദിക്കാനുള്ള ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് എനിക്ക് തോന്നുന്നു അത്രയും ഹാപ്പി ആയിരിക്കും ഇവിടുന്ന് വാങ്ങിയിട്ട് ഇറങ്ങി പോകുമ്പോൾ. അല്ലെങ്കിൽ നിത്യ ചേച്ചി ചെയ്ത മേക്കപ്പ് ആയാലും ഐ ഹാവ് സീൻ യുവർ പ്രൊഫൈൽ, അതുകൊണ്ട് പറയാം ദേ ആർ സോ ബ്യൂട്ടിഫുൾ ബ്രൈറ്റ്സ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഓൾ ദി ഗുഡ് ലക്ക്, എല്ലാവിധ ആശംസകളും. ഇനിയും ഡെഫിനറ്റ്ലി കൊച്ചി